ദൈവരാജ്യവയലിൽ ഇതാ അനേകം വൈദികർ തളരാതെ മുന്നേറുന്നു. വെല്ലുവിളികളെ അവർ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിച്ച് സധൈര്യം മുന്നേറുന്നു. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറും മൈനർ സെമിനാരിയുടെ വൈസ് റെക്ടറുമായ ഫാദർ ഡെന്നി കാട്ടയിൽ. ഏറെ നാൾ മിഷൻ വയലുകളിൽ സേവനം ചെയ്ത ഡെന്നി അച്ഛൻ തന്റെ ദൈവവിളി അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവയ്ക്കുന്നു. ഡെന്നിയച്ച, ശാലോം ടി വിയിൽ ജോഷു എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള രണ്ടാമത്തെ എപ്പിസോഡാണിത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഫാദർ ഡെന്നി കാട്ടയിൽ. അച്ഛൻ എറണാകുളത്ത് പനങ്ങാട് ഇടവക അംഗമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛനാണ്, പക്ഷെ പനങ്ങാട് ഇടവകക്കാരനാണ്. വീട്ടിൽ അപ്പച്ചൻ അമ്മച്ചി 2 മക്കളായിരുന്നു. 2 ആമക്കളിൽ ചേട്ടൻ ആദ്യം വിൻസെൻഷ്യൻ സഭയിൽ പോയി. ഫാദർ ജോൺസൺ കാട്ടയിൽ BC വിൻസെൻഷ്യൻ സഭയിൽ പോയി ഇപ്പോൾ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഡെന്നി അച്ഛൻ രൂപതയ്ക്ക് വേണ്ടി വൈദികനായി പല ശുശ്രൂഷകൾക്ക് ശേഷം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മൈനർ സെമിനാരിയിൽ വൈസ് റെക്ടറും രൂപതയുടെ വൊക്കേഷൻ പ്രൊമോട്ടറുമായിട്ട് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛൻ്റെ ആദ്യ എപ്പിസോഡിലെ പങ്കുവയ്ക്കലുകൾ വളരെ വളരെ ഹൃദ്യമായിരുന്നു അച്ഛൻ. കാരണം പ്രധാനമായിട്ട് 2-3 കാര്യം അച്ഛൻ പറഞ്ഞു. ഒന്ന്, ആ ഒരു വൈദികനാവണമെന്നുള്ള ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ നിലനിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഒരു വൈദിക പരിശീലനത്തിന് വേണ്ടി രൂപതയിൽ ചേരുന്നത്. മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞു, പലപ്പോഴും ദൈവം ഉള്ളം കയ്യിൽ പരിപാലിക്കുന്നത് പോലെയുള്ളൊരു അനുഭവം അച്ഛൻ്റെ ധാരാളം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ വൈദിക പരിശീലനത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രത്യേകിച്ച് ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായപ്പോഴും ദൈവം ഇടപെടുന്നതും വ്യക്തത ഉണ്ടാക്കുന്നതൊക്കെ അത്തരത്തിലൊരു ഉദാഹരണമായിട്ട് അച്ഛൻ പറഞ്ഞു. അച്ഛൻ വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളായിട്ട് അച്ഛൻ പറഞ്ഞത് വിശുദ്ധ കുർബാന അർപ്പണവും കുമ്പസാരിപ്പിക്കലുമാണ്. അത് എന്തുമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛൻ കുമ്പസാരത്തിൻ്റെ ധ്യാന കേന്ദ്രത്തിലെ ചില അനുഭവങ്ങളൊക്കെ അച്ഛൻ പറയാറുണ്ട്. മറ്റൊരു കാര്യം, അച്ഛൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുടെ എല്ലാം ശുശ്രൂഷ മേഖലകളിൽ ഏറ്റവും ശക്തി സ്രോതസ് എന്ന് അച്ഛൻ വിചാരിക്കുന്നതും അച്ഛൻ ശീലിക്കുന്നതും ദിവ്യകാരുണ്യമാണെന്ന് അച്ഛൻ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു വൈദികനായിരിക്കുന്ന അച്ഛൻ്റെ ഈ പല തലത്തിൽ ഒരു വൈദികൻ മറ്റുള്ളവർക്ക് എന്താണ് ഏറ്റവും പ്രധാനമായി ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, സ്നേഹിക്കുക, അവരുടെ കൂടെ ആയിരിക്കുക, അവർക്ക് വേണ്ടി ആയിരിക്കുക, അവരെ കേൾക്കുക. തീർച്ചയായിട്ടും അത്തരത്തിൽ അച്ഛനെ മുന്നോട്ട് തുടരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം, ഒരു വൈദികൻ എന്ന രീതിയിൽ അച്ഛൻ 11 വർഷമായി 11 വർഷമായി അച്ഛനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇത്രയും യാത്രയ്ക്കിടയിലൊക്കെ, കാരണം അച്ഛൻ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ചെയ്തു, പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്തു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഒരു വൈദികനായി ജീവിക്കുക അത്ര എളുപ്പമല്ല. അച്ഛന് വിവിധങ്ങളായ വെല്ലുവിളികളുണ്ടാവും. ഒരു വിശുദ്ധി കാത്ത് സൂക്ഷിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് അച്ഛാ ഇത്തരം കാര്യങ്ങൾ സാധ്യമാവുന്നത്? ദൈവത്തോടുള്ളൊരു വിശ്വസ്തത, അതാണ് ഏറെ നമുക്ക് പ്രധാനപ്പെട്ടുള്ളത്. തമ്പുരാൻ്റെ കൂടെ നിൽക്കുക. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മോട്ടോയും സൈഡ് വഴികളൊന്നും നോക്കാതെ തമ്പുരാൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒന്ന്. പിന്നെ മൊബൈലും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇൻ്റർനെറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു വിശ്വസ്തനായിട്ട് നിൽക്കാനായിട്ടുള്ള ഉള്ളിലൊരു ആഗ്രഹം, അതാണ് കൂടുതലും നമ്മളെ ചേർത്ത് നിർത്തുന്നത്. വീഴ്ചകളുണ്ടാകാറുണ്ട്, പക്ഷേ എങ്കിലും വീണാലും വീണ്ടും എഴുന്നേൽക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കൃപ എന്ന് പറയുന്നത് തമ്പുരാനോടുള്ള ഒരു വിശ്വസ്തതയാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. സന്തോഷം. അച്ഛൻ നമ്മൾ തീർച്ചയായിട്ടും ഇടവകളിൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ആദ്യ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അതിലൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഡൽഹി മിഷനിൽ ഒരു മിഷൻ പ്രദേശങ്ങളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തതാണ്. അത്തരമൊരു മിഷൻ പ്രദേശങ്ങളിലെ ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസ്, ഒരു വൈദിക ജീവിതത്തെക്കുറിച്ച് ചില അനുഭവങ്ങളൊന്ന് പറയാം. അവിടുത്തെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ജനത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ജനം നമ്മുടെ അടുത്തേക്ക് വരും, പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ജോലിക്ക് വേണ്ടി വരുന്നവരാണ് നേഴ്സസ്, മറ്റു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ. അവർ വൈകിട്ടാണ് കുർബാനകളൊക്കെ, 7 മണിക്കാണ് അവിടെ കുർബാന കഴിയുമ്പോൾ നമ്മൾ വീടുകളിലേക്ക് ഇറങ്ങുകയാണ്. അതൊരു 12-1 മണി വരെയൊക്കെ നമ്മളിങ്ങനെ വീട് വിസിറ്റും ഇതാക്കിയിട്ട് അവർക്കും അവൈലബിൾ ആയിട്ടുള്ള സമയം അതാണ്. നമ്മളിവിടെ ഒന്നും അത് സാധിക്കില്ല. മിഷനിലുള്ള പ്രത്യേകത, നമ്മളിറങ്ങാൻ തയ്യാറാണെങ്കിൽ അവർ നമ്മളെ കാര്യമായിട്ട് വെൽക്കം ചെയ്യുന്നത്. അവർക്ക് ആഗ്രഹമുണ്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അവരോട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടുത്തെ ശൈലിയിൽ നമ്മൾ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവരിക. പള്ളികൾ അധികമില്ല. ഡൽഹി മിഷനായിരുന്നപ്പോഴത്തേക്ക് അധികം പള്ളികളുണ്ടായിരുന്നില്ല. പക്ഷേ സാധിക്കുന്നിടത്തോളമൊക്കെ നമ്മൾ സ്ഥലം മേടിക്കുക, പള്ളി പണിയുക, അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരിക, വിളിച്ചുകൊണ്ട് വരണം നമ്മൾ. ഞാൻ തന്നെ വീടുകളിൽ പോയി
രജിസ്ട്രേഷൻ കാർഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി യൂത്തിൻ്റെ ഇടയിൽ ഓരോ മുറികൾ കയറി ഇറങ്ങും. ആരെങ്കിലും നമ്മുടെ സിറോലബാറോ ആരെങ്കിലും സൗത്ത് ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടോ, അവരോട് നമ്മൾ പേരൊക്കെ എഴുതി വാങ്ങിച്ച് പള്ളിയുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേ ആഴ്ച അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. അവരെ ഒരുമിച്ച് ചേർത്ത ഗ്രൂപ്പുകളാക്കിയ നമ്മുടെ യൂത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. DSY എന്നുള്ള ഡൽഹി സീറോ മലബാർ യൂത്ത് മിഷൻ. അതിലേക്ക് അവരെ കൊണ്ടുവരുന്നു. പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരം, കുമ്പസാരം, മറ്റു കാര്യങ്ങൾക്കുള്ള അവസരം. അവരിങ്ങനെ അന്വേഷിച്ചെടുക്കാം. ആദ്യമായിട്ട് വന്നവർക്ക് അറിയാൻ പാടില്ല പള്ളിയുണ്ടോ, ഇവിടെ എന്താണ് നടക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് നമ്മൾ ചെയ്തായിരുന്നു. ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ പോകും. അധികാരികൾ നമ്മളോട് വലിയൊരു കരുണയെ കാണിച്ചിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം തരുന്നു. അവർക്കറിയാം ഈ മക്കൾ പ്രാർത്ഥിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലി നന്നായിട്ട് എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റുന്നു. പിന്നെ അവർ ഒരുമിച്ച് നിൽക്കാനായിട്ട് വലിയൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എത്രയും. പിന്നെ നമ്മൾ വീടുകളിലേക്ക് ചെല്ലുക, നമ്മൾ ആവശ്യമുണ്ട്. അച്ഛന്മാരെ കൊണ്ട് അവർക്ക് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ തിരിച്ച് പോരുമ്പോഴത്തേക്ക് അവർ ചോദിക്കുക, അച്ഛൻ ഇനി എന്നാ വരുന്നത്, ഞങ്ങളുടെ ഇടവേലേക്ക് ഇനി വരുമോ. അതാണ് അവരുടെ ഒരു ആശങ്ക. അതാണ് അടുത്ത പ്രാവശ്യം ഈ അച്ഛൻ മാറി കഴിയുമ്പോൾ അടുത്ത അച്ഛൻ വരും. അവർക്കറിയാൻ പാടില്ല ഒരു പ്രാവശ്യം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലില്ലെന്ന്. അത് രൂപതയുടെ ഒരു പോളിസിയാണ്, പിന്നീട് നമ്മൾ ഇടില്ല. പക്ഷേ അവിടെ വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ എന്നാ ഇനി അച്ഛൻ ഞങ്ങളുടെ ഇടവേലേക്ക് വരുന്നത്, ഇതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട്. അങ്ങനെ അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അച്ഛൻ എല്ലായിടത്തും ഒരു യുവജനങ്ങളുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ പ്രകൃതവും ഒക്കെ ആയിരിക്കാം, ഞാൻ മുമ്പ് ശാന്തമായ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഈ പ്രകൃതം ഒക്കെ ആയിരിക്കാം അച്ഛനെ ചെറുപ്പക്കാരിലേക്ക് അടുപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷയും സെമിനാരി ഫോർമേഷൻ, ചെറുപ്പക്കാരുടെ ഒരു ഫോർമേഷനാണ്. വൊക്കേഷൻ പ്രൊമോഷൻ, ചെറുപ്പക്കാരെ ആ ദൈവവിളി കണ്ടെത്താൻ സഹായിക്കലാണ്. അച്ഛന് ഡൽഹിയിലായിരുന്നപ്പോഴും യൂത്തിനെ സഹായിച്ചിരുന്നു എന്ന് അച്ഛൻ പറയുന്നു. ഈ യുവജനങ്ങളോട് ചേർന്നുള്ള അച്ഛൻ്റെ ജീവിതം, ഇന്ന് അച്ഛൻ ജീസസ് യൂത്തിൻ്റെ എറണാകുളം സോണൽ ചാപ്ലിനാണ് അച്ഛൻ, ജീസസ് യൂത്തിൻ്റെ. അപ്പോൾ ഇത്തരം ഒരു യുവജനങ്ങളോട് ചേർന്നുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ചെറുപ്പക്കാരെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? ചെറുപ്പക്കാരിലേക്ക് ഈശോയെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം അവർക്കുണ്ടാകും. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുപ്പക്കാരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ അടിപൊളിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. ഇവരോട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ നിന്നുള്ള ദൈവാനുഭവങ്ങൾ അത് നമുക്ക് മറ്റൊരിടത്തും കിട്ടാത്തൊരിതാണ്. കാരണം ഈ പിള്ളേർ ഈശോയെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റമൊന്നും ഭയങ്കര വലുതാണ്. നമുക്ക് പേടിയുണ്ട് ഇവരെ പിള്ളേരിലേക്ക് ഇറങ്ങാനായിട്ട്, കാരണം ഇവർ ഏത് രീതിയിൽ പ്രതികരിക്കും. പക്ഷേ ആത്മാർത്ഥത ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ. നമ്മൾ അടിപൊളിയാണ് യൂത്തന്മാരും മറ്റേതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ന്യൂജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇവർക്ക് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനം ഭയങ്കര വളരെ അതെവിടെയാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ ഡൽഹിയിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ കാണിക്കുന്ന ഒരു സഹായങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തണുപ്പിൻ്റെ സമയത്ത് വിൻ്റർ കിറ്റ് കൊടുക്കാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇവരെ ഒരുമിച്ച് കൂട്ടുന്നു. തെരുവിൽ കിടക്കുന്നവർക്ക് ഫ്രീ ആയിട്ട്. അത് നമ്മുടെ ONGCയുടെ ഒരു പ്രോജക്റ്റായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്യുന്നപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ONGCനെ അപ്രോച്ച് ചെയ്തു. നമ്മൾ പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ അവർ 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെയൊക്കെ നമുക്ക് വിൻ്റർ കിറ്റ് തരുമായിരുന്നു. അതോടൊപ്പം തന്നെ ഡൽഹി ഗവൺമെൻറ് നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർ KV തോമസിൻ്റെ ഓഫീസിൽ ഞങ്ങൾ പോയായിരുന്നു. അവിടെ നമ്മൾ കുറേ സഹായിച്ചു. അങ്ങനെ പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിക്ക് ഇതായിട്ട് ഇറങ്ങും. രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയായിട്ട് ഇങ്ങനെ ഇറങ്ങും. പിള്ളേരുണ്ടാവും കൂടെ. ആവശ്യക്കാർക്ക് കൊണ്ടുപോയി നമ്മൾ പുതിയ സാധനമാണ്, നമ്മൾ പഴയതൊന്നുമല്ല, ഏറ്റവും നല്ലത് മേടിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നവരാണ്. അവർക്ക് വേറെ ഒന്നുമില്ല. കൊടും തണുപ്പിൻ്റെ സമയത്ത് മൈനസ് വരുന്നു. ഗുഡ്ഗാവ് ഏരിയയിലേക്ക് മൈനസ് വരുന്നു. കാരണം ഒറ്റപ്പെട്ട ഏരിയയിലേക്ക് -ഡിഗ്രി വരുമ്പോഴത്തേക്ക് നമുക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ആ സമയത്താണ് ഇവരൊന്നുമില്ലാതെ വെറുതെ താഴെ കിടക്കുന്നത്. അപ്പോഴൊക്കെ ഇതുകൊണ്ടേ കൊടുക്കുന്ന അത് നമ്മുടെ യൂത്തിൻ്റെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. പിന്നെ അവിടെ റിട്രീറ്റ് നടത്തുന്നു. അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും യൂത്തിനെ നമ്മളൊന്ന് ഉണർത്തിക്കഴിഞ്ഞാൽ ഏറെ വലിയൊരു ദൈവാനുഭവം അവർക്കുണ്ടാകുന്നു. അവർ സമൂഹത്തിന് കൊടുക്കുന്നു. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് കിട്ടാനുള്ള കാരണം, ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിച്ചത് ഡോൺ ബോസ്കോയിലേക്ക് സലേഷൻ ഇതിലേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് യൂത്തിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം സെമിനാരിയിൽ കയറി കഴിഞ്ഞാണ് ഞാൻ ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമർഷിപ്പിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത്. എനിക്ക് ഫുൾ ടൈം പോകാനായിട്ട് സാധിച്ചില്ല. അതിന് ശേഷം എനിക്ക് തിയോളജിക്ക് കയറേണ്ടി വന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഒരു വർഷം കമ്മിറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയം എനിക്ക് എന്നോട് പറഞ്ഞു, അധികാരികൾ പറഞ്ഞു, നീ പഠിത്തം കണ്ടിന്യൂ ചെയ്യാമെന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിയോളജിക്ക് കയറി. പക്ഷേ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് 45 ഡേയ്സ് ഒരു എക്സ്പീരിയൻസ് വളരെ വലിയൊരു അനുഭവമായിട്ട് തോന്നി. കാരണം അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി, നമ്മൾ ഒറ്റയ്ക്ക് വളരാനായിട്ടുള്ള വലിയൊരു കാര്യം, അത് മറ്റൊരിടത്തും കിട്ടാത്തൊരു കാര്യമാണ്. അതുപോലെ ഫ്രണ്ട്ഷിപ്പുകൾ, അതിനകത്ത് ജീസസിൻ്റെ സപ്പോർട്ട്, ഒത്തിരിയേറെ പാട്ടുകൾ, ഒത്തിരിയേറെ വളർത്തിയ പാട്ടുകളാണ്. കാരണം ആത്മീയതയിൽ നമുക്ക് വളരാൻ സാധിക്കുന്നത് അതിൻ്റെ മ്യൂസിക് മിനിസ്ട്രി വളരെ ശക്തമായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒറ്റയ്ക്കിരുന്നാണെങ്കിലും പേഴ്സണൽ പ്രെയറൊക്കെ നടത്താനായിട്ട് ഏറെ സഹായിച്ചിട്ടുണ്ട്. അത് പിന്നെ വളർന്നു വരുന്ന സമയത്തൊക്കെ എവിടെ ചെന്നാൽ ഇടവകയിൽ യൂത്തിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അവരാണ്
ഇടവകയുടെ ഏറ്റവും വലിയ പൾസ് എന്ന് പറയുന്നത്. പക്ഷേ അവരെ പേടിപ്പിച്ച് നമ്മളെല്ലാം മാറ്റി നിർത്തിയേക്കണം. അവരൊന്ന് അടുപ്പിച്ച് കൊണ്ടുവരിക, നല്ല രീതിയിൽ അടുപ്പിക്കുക, അവർ വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യും. അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അച്ഛാ, ഞാൻ വ്യത്യസ്തമായൊരു ചോദ്യം, കാരണം നമ്മൾ മുമ്പ് പക്ഷേ ആദ്യത്തെ എപ്പിസോഡിൽ പരാമർശിച്ചതുപോലെയും ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെയും വീട്ടിലെ രണ്ട് മക്കളുള്ളൂ, ആ 2 ആമക്കളാണ്. ആ 2 മക്കളും ദൈവവിളി, വൈദിക വിളി സ്വീകരിച്ച് വൈദിക പരിശീലനത്തിലായി വൈദികരായി. ചേട്ടൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ജോൺസൺ കാട്ടയിൽ അച്ഛൻ, വിൻസെൻഷൻ സഭയിലും അച്ഛൻ. അപ്പം അന്ന് സ്വാഭാവികമായിട്ട് അച്ഛൻ, ഡെന്നി അച്ഛൻ പോകാൻ നേരത്ത് വീട്ടിലൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായെന്ന് അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞല്ലോ. സ്വാഭാവികമാണ്, കാരണം മാതാപിതാക്കൾക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ 2 മക്കളും പോകുമ്പോൾ. പക്ഷേ എങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ച് സന്തോഷപൂർവ്വം വിടുമായിരുന്നു. ഇന്ന് വീട്ടുകാരെങ്ങനെ ഇതിനെ കാണുന്നു? 2 വൈദികരുള്ള ഭവനം എങ്ങനെ ഇതിനെ കാണുന്നു? ഞാൻ വീട്ടിലുള്ളതേക്കാളും നന്നായിട്ട് കാര്യങ്ങൾ തമ്പുരാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്രയേ ചെയ്യുള്ളൂ. നമുക്കറിയാം, വലിയ കാര്യമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ അപ്പനെയും അമ്മേനെയും കാര്യമായിട്ട് തമ്പുരാൻ നോക്കുന്നുണ്ട്. ഒരു കുറവ് വരുത്തു വരുന്നില്ല. എനിക്കിവിടെ ആയതുകൊണ്ട് ഇടയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് വീട്ടിലേക്ക് പോയി 1-2 മണിക്കൂറൊക്കെ ഇരിക്കും. നമുക്ക് അത്രയ്ക്കേ പറ്റുള്ളൂ. സെമിനാരി ആയതാണ്, തിരിച്ചു വരണം. സൗകര്യമുണ്ട്, നമുക്ക് നിൽക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും അവർ വളരെ മനോഹരമായിട്ട് അവർ ജീവിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒത്തിരിയേറെ പേര് ഞങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ അവർ നന്നായിട്ട് തന്നെ തമ്പുരാൻ നോക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. ഞാൻ നോക്കുന്നതിനായിട്ട് ദൈവം നോക്കുന്നുണ്ട്. നമ്മുടെ ഈ ജോഷോ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള അവരുടെ അടുപ്പമായിരിക്കും. തീർച്ചയായിട്ടും അച്ഛനും അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയാണ്. പ്രത്യേകിച്ച് അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അമ്മച്ചിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പള്ളിയിൽ പോകാനായിട്ട് സഹായിച്ചതാണ്. അപ്പോൾ അമ്മച്ചിയുടെ ആ ഒരു വേർപാട് പരിശുദ്ധ അമ്മയിലൂടെ വീണ്ടും തിരിച്ചു കിട്ടുന്നത്, ആ ഒരു സ്നേഹവും കരുതലുമൊക്കെ അതേറെ സഹായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. എവിടെ പോയാലും ജപമാലയും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനോട് ചേർന്ന് നിൽക്കാനായിട്ടാണെങ്കിലും ഏറെ സഹായിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ. കുറേ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ പരിശുദ്ധ അമ്മയാണ് നിൽക്കുന്നത്. അച്ഛാ, ഒരുപക്ഷെ അച്ഛൻ്റെ ശുശ്രൂഷ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്ന് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവവിളികൾ കണ്ടെത്തുന്ന ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനാണ് എറണാകുളം അങ്കമാലി തിരുവതയിൽ. ഈ ദൈവവിളികളുമായി ബന്ധപ്പെട്ട് ദൈവവിളികൾ ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യം, അത് ഉണ്ടാവേണ്ട രീതി, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കുടുംബങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട് അച്ഛൻ എന്താ പറയുക? മക്കളെ ഇങ്ങനെ ഒരു ആഗ്രഹം വെച്ച് കൊണ്ടുവന്നതിന് അവരെ തടയാതിരിക്കുക. മക്കൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒത്തിരിയേറെ പിള്ളേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ചില മാതാപിതാക്കൾ പിന്നെ ആകട്ടെ, ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മക്കൾ സെമിനാരി ചേരട്ടെ. കാരണം ഫോർമേഷൻ പൂർത്തിയാകുന്ന അവിടെയാണ്. കാരണം ലാംഗ്വേജും മറ്റു കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാനായിട്ട് എളുപ്പം ഈ 10ാം ക്ലാസ് ഏജ് ഗ്രൂപ്പാണ്. നമുക്ക് +2 കഴിഞ്ഞു, ഡിഗ്രി കഴിയുന്നു, പിന്നെ നമുക്കൊരു ഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻപുട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷേ അവരെ തന്നെ ഒന്ന് മാറ്റം വരുത്താനായിട്ട് ഏറ്റവും നല്ല സമയം 10ാം ക്ലാസ്സാണ്. അപ്പോൾ അതിനെ തടയാതിരിക്കുക. അവർ പറയുന്ന ഒരു ആഗ്രഹം ഇപ്പോൾ പറയുന്നതാണ്. ഞാൻ പല സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും +2 കഴിയട്ടെ, അവർ തീരുമാനം എടുക്കാനായിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ദൈവം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവൻ പോന്നോട്ടെ. ഇപ്പോൾ ഭൂരിഭാഗം അച്ഛന്മാരൊക്കെ ഇതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് കയറിയവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ തടയാതിരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇത് നഷ്ടമാണ്. മകൻ നഷ്ടപ്പെട്ടു പോകുന്നു, പിന്നെ അവൻ നമുക്കൊന്നിനുമില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ട് ദൈവ തിരുസന്നിധിയിൽ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മരണ സമയത്തും എല്ലാ സമയത്തും ഒരു അച്ഛൻ്റെ സാന്നിധ്യം ഏറെ വലുതാണ് അവിടെ. കുടുംബത്തിനാണെങ്കിലും അതിനൊക്കെ കുറേ അച്ഛന്മാരുടെ പ്രത്യേകമായിട്ടുള്ളൊരു സാന്നിധ്യം. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും സന്തോഷിക്കുന്നു. ഞങ്ങൾ 2 പേരും അച്ഛനായാലും വളരെയധികം അഭിമാനം. ആദ്യം ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു ഞാൻ തിരിച്ചു പോരും കുറച്ച് കഴിയുമ്പോൾ എന്നായിരുന്നു. പക്ഷേ നിന്നു, തമ്പുരാനോട് ചേർന്ന് നിന്ന് ദൈവം പിടിച്ചു നിർത്തിക്കൊള്ളു അവിടെ. കുഴപ്പമില്ല. ബാക്കി നമ്മുടെ കഴിവിനേക്കാൾ ഉപരിയായിട്ട് ദൈവം പ്രവർത്തിക്കും. അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. സന്തോഷം അച്ഛാ. ഞാൻ അച്ഛൻ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അടുത്തത്. കാരണം അച്ഛൻ ഡിഗ്രി പഠനകാലത്ത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ അല്ലേ, സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ജീസസ് യൂത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ജീസസ് യൂത്തിലേക്ക് വരുന്നത്. അക്കാലത്തെയും പിന്നീട് ഫുൾ ടൈമേഴ്സ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടും പിന്നീട് വൈദികനായതിനു ശേഷം ജീസസ് യൂത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട സോണുകളിലൊന്നായ എറണാകുളം സോണിലെ ജീസസ് യൂത്തിൻ്റെ ചാപ്ലിനാണ് അച്ഛൻ. ഈ ഒരു ജീസസ് യൂത്ത് ജീവിതാനുഭവങ്ങൾ അച്ഛൻ്റെ വൈദിക ജീവിതത്തിനെ എങ്ങനെ സഹായിക്കുന്നു? ജനറലി അച്ഛൻ്റെ ജീസസ് യൂത്തിനെ കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ പറയാം. യൂത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും വൈബ്രൻ്റ് ആണ്. പ്രത്യേകിച്ച് അതിനോട് കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വൈബ്രൻസി നമുക്ക് കിട്ടും. അതുതന്നെയാണ് പേഴ്സണൽ ലൈഫിലാണെങ്കിലും സ്പിരിച്വാലിറ്റി ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇവർ സാധിച്ചിട്ടുണ്ട്. ഇതൊരു ജീസസ് യൂത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഒരു പ്രത്യേകതയാണ്. അത് എന്നെ ഏറെ പിടിച്ചു നിർത്താനായിട്ട്. അതോടൊപ്പം തന്നെ യൂത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ കാണിക്കും നല്ല കാര്യങ്ങൾ അവർ ചെയ്യും. കുറേ കാര്യങ്ങൾ ഒത്തിരിയേറെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് എനിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. എറണാകുളം അതിരൂപതയുടെ ജീവിതത്തിൻ്റെ ആനിമേറ്റർ ആയിരുന്നു കുറച്ച് നാൾ. സന്തോഷമാണിത് നമുക്ക്. ഈ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണെങ്കിലും ദൈവമേ ഇത്രയും പേര്, ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ അച്ഛന്മാരോട് ഷെയർ ചെയ്യാറുള്ളതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 800-1000 പേരൊന്നും ഒറ്റയടിക്ക് കിട്ടില്ല. നമ്മൾ എത്ര പ്രാവശ്യം അനൗൺസ്മെൻറ്റ് പോകണം. പക്ഷേ ഇതൊരൊറ്റ മെസ്സേജിൽ ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്നു. മലയാറ്റൂർ പ്രോഗ്രാം 800-900 യൂത്ത് ഒരുമിച്ച് മല കയറുന്നു. ആരുടെ നിർബന്ധമല്ല, പക്ഷെ ഇവർ അവിടെ വരുന്നു, അവരാ പ്രാർത്ഥിക്കുന്നു, മുട്ടുകുത്തി മല കയറുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വലിയൊരു അനുഭവമാണ്. അത് നമ്മുടെ തന്നെ പേഴ്സണൽ ലൈഫിൽ നമുക്കത് ചലഞ്ചിങ് ആണ്. ഏറ്റവും ദൈവമേ ഈ കുട്ടികളിങ്ങനെ ചെയ്യുന്നു, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പോൾ അത് തന്നെ കൂടുതൽ നമ്മളെ തന്നെ വളർത്തുന്നതിനൊരു സഹായമായിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ യൂത്തിനോട് ചേർന്ന് നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് എറണാകുളം സോണ് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിള്ളേർ ഒരുമിച്ച് വരുന്നു. വേറെ പേഴ്സണലായിട്ടുള്ള വലിയ മോട്ടീവ്സ് ഒന്നുമില്ല. സാമ്പത്തികം കയ്യിൽ നിന്ന് പൈസ പോകും, എല്ലാ കാര്യങ്ങൾക്കും ഇവർ തന്നെയാണ് ചിലവെടുക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ടൈത്ത് കളക്ട് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മേഖല നമ്മൾ തുറന്നു കൊടുക്കുക. അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഈ ജീവിതത്തിനെ കുറിച്ച്. ഒരുപക്ഷെ കത്തോലിക്ക സഭ വിവിധ വെല്ലുവിളികൾ, തീർച്ചയായിട്ടും പല സമയത്തും പലവിധ വെല്ലുവിളികൾ സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ വളരെ കാര്യമായ വെല്ലുവിളികൾ വിവിധ തലങ്ങളിൽ നേരിടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ അച്ഛനും ഞാനും ഒക്കെ ജീവിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ ഒരു വൈദികനെന്ന നിലയിൽ അച്ഛൻ എങ്ങനെ നോക്കിക്കാണും? പ്രശ്നങ്ങളുണ്ടാകുന്ന 1-2 പേരിൽ നിന്നാണ്. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഞാനൊരു സ്പീച്ച് കേൾക്കുകയായിരുന്നു. ശക്തരായിട്ടിരിക്കുക നിങ്ങൾ വൈദികർ. കാരണം 5 ലക്ഷം 6 ലക്ഷം പേര് വൈദികരുള്ളപ്പോൾ 1-2 അല്ലെങ്കിൽ അതിനകത്ത് 10 പേരോ വീണ് കഴിഞ്ഞാൽ ജനത്തിനത് മതി. കാരണം മീഡിയയിൽ കൂടി വരുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അവരെ കല്ലെറിയുന്നുള്ളതാണ്. പക്ഷേ അതിലപ്പുറമായിട്ട് ജനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പിടിച്ചു നിൽക്കുക, നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരിയേറെ പേര്, അച്ഛൻ വീണു പോകരുത്, അച്ഛൻ പേടിക്കേണ്ടതുകൊണ്ട് ഒത്തിരിയേറെ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. തെറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം പേരാണ്, പക്ഷേ നന്മ ചെയ്യുന്ന അനേകം പേര് അതിലപ്പുറം ഉണ്ട്. ഇരട്ടി നന്മ ചെയ്യുന്നവരുണ്ട്. അവരെ ജനം മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ഒരു ഇതൊക്കെ വന്ന് ഒച്ചപ്പാട് വന്ന് മീഡിയയിൽ വന്നു, ഓ അങ്ങനെ ചെയ്തു, കാരണം ഇത്രത്തോളം കൂടുതലായിട്ട് തമ്പുരാനോട് അടുത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ചെയ്തു, അതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർ ഒത്തിരിയേറെ പേര് നന്മ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ജനത്തിന് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ജനം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരെയും ഒന്നും നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിച്ച് നമ്മളോടൊന്നും ശക്തിപ്പെടുത്തുക ചെയ്യുന്നത്. വെച്ചാൽ ധൈര്യമായിട്ടേക്ക് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഏത് വെല്ലുവിളി ഉണ്ടായാലും അവിടെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള റിയൽ സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. അതിന് ജനം നമ്മുടെ സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും അച്ഛാ, കാരണം പൂർണ്ണമായിട്ട് ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം എല്ലാ വൈദികരും, ബഹുഭൂരിപക്ഷം വൈദികരും ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചുരുക്കം ചില സംഭവങ്ങളാണ് ഇതുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഡെന്നി കാട്ടേലച്ഛന് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്, മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെന്ന് അച്ഛൻ തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന അച്ഛനായിട്ട് ജീവിക്കാനായിട്ട്, വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുന്ന അച്ഛനായിട്ട് ജീവിക്കാനായിട്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. അച്ഛൻ ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും അച്ഛനോടുള്ള എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വൈദിക ജീവിതത്തിൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധികളുണ്ടാവും. പക്ഷേ ഈ പ്രതിസന്ധികളും സഹനങ്ങളും ഇല്ല, വൈദികം മാത്രമല്ല, പ്രതിസന്ധികളും സഹനങ്ങളും ഇല്ലാത്ത ജീവിതമില്ല. പക്ഷെ ഇത് അതിജീവിക്കുന്നൊരു പ്രോസസ്സ്, അച്ഛൻ പറഞ്ഞ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ അതല്ലാതെ അത്തരത്തിലല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണല്ലോ അച്ഛന്മാരെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വൈദിക സമൂഹം, ഈ കൂട്ടായ്മ, ഈ വൈദിക ജീവിതത്തിൻ്റെ ഈ വിളിയുടെ ഈ മനോഹരമായ ഈ ഒരു കുടുംബം എങ്ങനെയാണ് ഒരു വൈദികൻ്റെ നടന്നുപോക്കിൽ സഹായിക്കുന്നത്? നമുക്ക് ബാച്ചുകാർ ഒത്തിരിയേറെ നമ്മളെ സഹായിക്കുന്നുണ്ട്, കൂട്ടായ്മകൾ. അതോടൊപ്പം തന്നെ വൈദിക കൂട്ടായ്മകൾ ഒത്തിരിയേറെ ഉണ്ട്. ചേട്ടന്മാരുള്ള വൈദികർ നമ്മളോട് പറഞ്ഞു തരും തെറ്റുകൾ വരുമ്പോൾ, എടാ ഇന്ന കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അത് നമ്മൾ സ്വീകരിക്കുന്നു. കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ശക്തിയുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ വീണു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ബാച്ചുകാർ 12 പേരുണ്ട്. ഇടയ്ക്ക് ഒരുമിച്ച് കൂടുന്നു, ബാച്ച് ഗ്യാതറിംഗ് ഉണ്ട്, ഒരുമിച്ച് വരുന്നു, അവിടെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ബാച്ചുകാരോടാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അവർ പറഞ്ഞു തരും, അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ബാച്ച് സ്പിരിറ്റ് നന്നായിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം ചേട്ടന്മാരും മറ്റു വൈദികരൊക്കെ ആണെങ്കിലും കുറ്റപ്പെടുന്നതിലേക്ക് ഉപരിയായിട്ട് ഓടി വന്ന് സഹായിക്കാനായിട്ടുള്ള വലിയൊരു മനോഭാവം. അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിനകത്താണ്. ആ കൂട്ടായ്മയിൽ അംഗമാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ വളർത്താനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്, തിരുത്താനും അതോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ടും, തെറ്റുണ്ടെങ്കിൽ
ഇന്ന മേഖല നീ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ടുള്ളൊരു ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും അതേറെയുണ്ട്. വൈദിക ജീവിതം എന്ന് പറയുന്നത് ഒറ്റയാൻ പോക്കല്ല, അത് ഒരുമിച്ചുള്ളത്, സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു യാത്ര കൂടിയാണ്. ഏറെ സന്തോഷം വെച്ചാൽ, കാരണം അത് നമുക്ക് വളരെ ഒരു അർത്ഥം കാണാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണല്ലോ അത്. അച്ഛൻ്റെ ആദ്യത്തെ എപ്പിസോഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അച്ഛൻ പറഞ്ഞല്ലോ, നിങ്ങൾ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഒരു ദിവസത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉപവസിച്ചിട്ട് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി സഹായിക്കുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അതിനുശേഷം വീണ്ടും പറഞ്ഞു യൂത്തിനോടൊപ്പം ചേർന്ന് തണുപ്പ് കാലത്ത് ഡൽഹിയിലൊക്കെ ഈ വിൻ്റർ കിറ്റ് വിതരണം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജേർണി തുടരുന്നുണ്ട്. അച്ഛൻ സെമിനാരി കാലത്തോ വൈദികനായതിനു ശേഷമൊക്കെ ഇത്തരത്തിലൊരു സാമൂഹ്യപരമായ ചില മേഖലകളിൽ ഇടപെട്ട് പ്രവർത്തിച്ച എന്തെങ്കിലും പറയാനുണ്ടോ? ഫിലോസഫി കാലത്ത് ജീസസ് ഫ്രട്ടേണിറ്റി ജയിലുകൾ വിസിറ്റ് ചെയ്യുക, അതേറെ ഒരു ഹരം വരുന്ന ഒന്നായിരുന്നു. നമ്മളെ തന്നെ വളർത്തിയിരുന്ന ഒന്നാണ്. ജയിലുകളുടെ മുമ്പിൽ പോയി നമുക്ക് പെർമിഷൻ കിട്ടില്ല. ഞങ്ങൾ വെക്കേഷൻ സമയത്താണ് പോകുന്നത്, 10 ദിവസം ജയിൽ വിസിറ്റാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ജോസ് പിതാവൊക്കെ ഏറെ അതിനകത്ത് ആനിമേറ്ററായിരുന്നു, പുത്തൻവീട്ട് പിതാവ്. പറയുന്ന ഒരു ജയിലിൻ്റെ വാതിക്കെ പോയിരുന്നിട്ട് 10 പേരാണ് ഒരു ടീമിലുണ്ടാകുന്നത്, കൈകോർത്ത് പിടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജപമാല ചെല്ലുന്നു. രണ്ടാമത്തെ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിലേക്ക് വിളിക്കും, വന്ന് വിസിറ്റ് ചെയ്തോ കുഴപ്പമില്ല. ഞങ്ങൾ വന്നിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ജയിലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് വെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്, അവർക്ക് ഒത്തിരി സമാധാനം ഫീൽ ചെയ്യുന്നു. നമ്മൾ പോയി വർത്തമാനം പറഞ്ഞിട്ട് പോയിരുന്നു, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരേ ഏരിയയിലേക്ക് പോകുന്നു, ജയിലുകളിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് 10 ദിവസത്തെ യാത്രയാണ്. അതൊക്കെ ഏറെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അവബോധം തരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ യൂത്ത് മിനിസ്ട്രി, യൂത്തിൻ്റെ കൂടെ തൃശ്ശൂർ, ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്. അവിടുത്തെ ചുറ്റുപാടുള്ള എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് കൂട്ടാനായിട്ട് വീടുകളിൽ പോകുന്നു, അവർക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് കൂടാനായിട്ട് ഒരു വേദി കൊടുക്കുന്നു, അവരെ വളർത്തുന്നു. അതൊക്കെ ഏറെ സഹായിച്ച ഒന്നാണ് യൂത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട്. പ്രത്യേകിച്ച് ജീസ് യൂത്ത് അതുപോലെ തന്നെ എൻ്റെ കൂട്ടായ്മയിൽ എവിടെ ചെന്നാലും അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് എവിടെയും ജീസ് യൂത്തിൻ്റെ പ്രയർ ഗ്രൂപ്പുകൾ ശക്തമാണ്. നമ്മളിപ്പോൾ അറിയപ്പെടാത്തൊരു മേഖലയിൽ ചെന്ന് കഴിഞ്ഞാലും കുറേ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും ഒരാളെ കാണാം അവിടെ, അപ്പോൾ അവരോട് ചോദിക്കുന്നു യൂത്തുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുണ്ടോ, അവിടെ ചെല്ലാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു വളർച്ച അത് പേഴ്സണൽ ലൈഫിൽ ഒത്തിരിയേറെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സോഷ്യൽ ഇതിൻ്റെ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. അച്ഛാ, ഇന്ന് ഒരു എക്കാലത്തേക്കാളും വ്യത്യസ്തമായി വൈദികരെ, ക്രിസ്ത്യാനികളെ ഒക്കെ ആളുകൾ വളരെ സ്നേഹത്തോടെയും അതിനേക്കാൾ കൂടുതൽ ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്നൊരു കാലഘട്ടത്തിലാണല്ലോ. അല്ലെങ്കിൽ പക്ഷേ ക്രിസ്തുവിനെ ആളുകൾ കാണുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ വഴികളെ ആളുകൾ കാണുന്നത് ജീവിതങ്ങളെ നോക്കിയിട്ടാണ്. അത്തരത്തിലൊരു വൈദികൻ എന്ന നിലയിൽ അച്ഛൻ്റെ പറയാനുള്ളത്, അങ്ങനെ ഒരു ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ്? ക്രിസ്തുവിനെ കൊടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. ഞാനിപ്പോൾ ക്രിസ്ത്യാനികളിൽ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് മാർക്കറ്റിൽ കൂടി കുർബാനയ്ക്ക് പോവുകയാണ്, നടന്നു പോകും. ജനങ്ങളിങ്ങനെ നോക്കിക്കൂടി, ഞങ്ങളുടെ തൊട്ടയൽവക്കത്തുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഏതാണ് വകുപ്പ്. പിന്നെ അത് തൊട്ടടുത്ത് നമ്മളോട് വരുന്നു, നിങ്ങളെങ്ങനെ ജീവിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു, കല്യാണം കഴിക്കുന്നില്ല, ബ്രഹ്മചര്യമായിട്ട് ജീവിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കാണ്. പക്ഷേ അവർ കുറേ കഴിയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാവരും നമ്മൾ ബഹുമാനിക്കാനായിട്ട് തുടങ്ങുന്നു അവർ. കാരണം ഇത്തരത്തിലുള്ള ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണെന്നുള്ള കാരണം ഈ ദൈവത്തെ കൊടുക്കാനായിട്ടുള്ള ഈ ഒരു ജീവിതം അത് ഏറെ സമൂഹത്തിൽ ആവശ്യമാണെന്ന് തോന്നുന്നു. പിന്നെ ഒത്തിരിയേറെ പേര് അതിനു വേണ്ടി കടന്നു വരണം, ആവശ്യമുണ്ട്, വൈദികരെ കൊണ്ട് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ സന്തോഷം തരുന്ന ഒരു ജീവിതം കൂടിയാണിത്. കാരണം ഒന്നുമില്ല, വീട്ടിലാണെങ്കിൽ നമ്മളെ നോക്കിയിരിക്കാൻ ആളുണ്ട് വൈകിട്ട് വരുമ്പോൾ. ഇവിടെ ഒന്നുമില്ല, നമ്മൾ എപ്പോൾ വരുന്നു എന്നറിയാൻ പാടില്ല, വീട്ടിൽ നോക്കിയിരിക്കാൻ ആളില്ല, ആറിപ്പോകുന്ന ഭക്ഷണങ്ങൾ ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ ഒരു നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വലിയൊരു ശക്തിയാണത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് നിൽക്കാനായിട്ടുള്ള വലിയൊരു ശക്തിയാണ്. സമൂഹത്തിൻ്റെ വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്നാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബോധ്യം എന്നുള്ളത്. നമ്മളെ ഇറങ്ങി തിരിച്ചാൽ മതി, അവിടെയാണ് ഏറ്റവും വലിയ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. ഏറെ സന്തോഷം വെച്ചാൽ, കാരണം അച്ഛൻ്റെ ഒരു വാക്കുകളിലും ഒക്കെ ആ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അത് പറയുമ്പോൾ നമുക്കതറിയാം, അത് ഹൃദയത്തിൽ നിന്നാണ് അച്ഛൻ പറയുന്നത്, അത്രയും ബോധ്യത്തിലാണ് അച്ഛൻ പറയുന്നത്. ഞാൻ അച്ഛനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ നമ്മുടെ മാർപ്പാപ്പ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡും ഒക്കെ സംഘടിപ്പിക്കുകയും അതിനുശേഷമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അക്കമ്പനിമെൻ്റാണ്. ചെറുപ്പക്കാരെ അക്കമ്പനി ചെയ്യുക എന്ന് പറയുന്നതാണ്. ഞാൻ പലവട്ടം സംസാരിച്ചാണ് നമ്മൾ ഈ കാര്യം, എങ്കിലും ഞാൻ വീണ്ടും ചോദിക്കുന്നത്, അച്ഛൻ്റെ അങ്ങനെ ഒരു ഇതുണ്ട്, ചെറുപ്പക്കാർക്ക് അച്ഛൻ്റെ അടുത്ത് വരാനും
അച്ഛൻ്റെ ഒരു ഗൈഡൻസ് മേടിക്കാനൊക്കെ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും സെമിനാരിയിലും അച്ഛൻ ഇഫക്റ്റീവ് ആവുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാവാം. ആ ഒരു യുവജനങ്ങളോട് ചേർന്നൊരു അക്കമ്പനിമെൻറ്റ് നടത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു വശം കൂടി പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് വരാം. ഒന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കുക. നമ്മൾ എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങൾ, വേദനകൾ എല്ലാവർക്കും ഉണ്ട്. പുറമേ ചിരിച്ച് കാണിക്കുമെങ്കിലും ഉള്ളിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിലും എനിക്കൊരു അനുഭവം, എൻ്റെ കാറിലൊരു കുട്ടി കയറി, വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പേഴ്സണൽ ലൈഫ് പോലും പങ്കുവയ്ക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരവരുടെ മനസ്സ് തുറക്കുന്നു. അവരുടെ അതാണ് ഏറെ പ്രത്യേകത ഉള്ളതെന്ന്. പിന്നെ അവരോട് കൂടെ ആയിരിക്കുക, സഹായിക്കുക. അവനെ നമ്മുടെ അഡ്വൈസ് കൊണ്ട് മാത്രമല്ല മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക അവരെ. ആ രീതിയിൽ യൂത്തിനോട് കൂടെ അടുത്ത് വരുമ്പോഴത്തേക്കും ഏറെ അവർക്ക് ആവശ്യമുണ്ട് നമ്മളെയൊക്കെ. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് മാറി നിൽക്കുന്ന സമയത്താണ് അവർക്കൊരു ബുദ്ധിമുട്ട്. ഈ അച്ഛൻ്റെ അടുത്ത് വരാനായിട്ട് പറ്റുമോ, ഈ അച്ഛൻ എങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്കറിയാം, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഈ യുവജനങ്ങളെ പിടിക്കുന്നത് അവരോട് കൂടെ ആയിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. മാറി നിന്നുകൊണ്ട് ഒരിക്കലും യുവജനങ്ങളെ കിട്ടില്ല. അതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. മാറി നിന്ന് നമ്മൾ അവനെ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് അവിടെ നിൽക്കും. പക്ഷെ അവനോട് കൂടെ ചെല്ലുക, അവൻ്റെ കാര്യങ്ങൾ അറിയുക, അവൻ്റെ ബോധ്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. പക്ഷേ പനങ്ങാട് ഇടവകയിൽ കാട്ടായി കുടുംബത്തിൽ അപ്പച്ചനും അമ്മച്ചിക്കും മൂത്ത മോൻ അച്ഛനാവാൻ വിൻസെൻഷൻ സഭയിൽ പോയി, രണ്ടാമത്തെ അച്ഛനും അച്ഛനാവാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഏറെ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവഹിതത്തിന് വിധേയപ്പെടാൻ ആ മാതാപിതാക്കൾ തയ്യാറായതുകൊണ്ട് ഡെന്നിയച്ഛനെ പോലെ തീഷ്ണമതിയായ, ശാന്തതയുള്ള, വിശുദ്ധിയുള്ള ഒരച്ഛനെ കത്തോലിക്ക സഭയ്ക്ക് കിട്ടി. തീർച്ചയായിട്ടും ഇത് അനേകം മാതാപിതാക്കൾക്ക് വലിയ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് വെറും ഒരു വൈദികനല്ല ഡെന്നിയച്ഛൻ. തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമാണ്, ദിവ്യകാരുണ്യത്തെ ഏറ്റവും സ്നേഹിക്കുന്ന, വിശുദ്ധനായ വൈദികനായി ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവം ഉള്ളംകൈയിൽ പരിപാലിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും കുമ്പസാരം കേൾക്കുന്നതുമാണ് ഏറ്റവും സന്തോഷം, വൈദികനെന്ന നിലയിൽ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്ന് ചിന്തിക്കുന്ന, അതിലുപരി ചെറുപ്പക്കാരോട് ചേർന്ന് അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാനുള്ള ഒരു ഹൃദയവും ചിന്തയുമുള്ള ഡെന്നിയച്ഛനെ ദൈവം എന്നും കൂട്ടുണ്ടാവട്ടെ. വിശുദ്ധനായ വൈദികനായി ജീവിച്ച് വിശുദ്ധനായി തന്നെ മരിക്കാനുള്ള വലിയ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതിനെ ഓർക്കുന്നത്, സെമിനാരിയിലെ വൊക്കേഷൻ പ്രൊമോഷൻ ക്യാമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ദൈവകൃപയാണ് അച്ഛൻ്റെ കാര്യങ്ങളെ മനോഹരമാക്കുന്നത്. ആ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഷാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിന് വളരെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.